സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളുടെ MA സൈറ്റോളജി പഠനത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രധാന വിഷയത്തിലേക്ക്, അതായത് പ്രശ്നപരിഹാരത്തിലെ തടസ്സങ്ങളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലുകയാണ്. ഐൻസ്റ്റലും അല്ലെങ്കിൽ മെന്റൽ സെറ്റ്, പിന്നെ ഫങ്ഷണൽ ഫിക്സ്ഡ്നെസ്, ഇതൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും അല്ലേ? സാധാരണ ചർച്ച ചെയ്യാറുള്ളതാണ്. അതെ. എന്നാൽ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് അത്ര കോമണായി ചർച്ച ചെയ്യാത്ത, എന്നാൽ വളരെ പ്രധാനപ്പെട്ട മറ്റാറ് തരം തടസ്സങ്ങളെക്കുറിച്ചാണ്. ശരിയാണ്. നിങ്ങളുടെ INOU കോഴ്സ് മെറ്റീരിയലിലെ ബ്ലോക്ക് 4, യൂണിറ്റ് 4-ൽ വിശദീകരിക്കുന്ന ആ തടസ്സങ്ങൾ. ഇത് തിരിച്ചറിയേണ്ടത് പ്രത്യേകിച്ച് ഒരു സൈക്കോളജി പഠിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. തീർച്ചയായും. കാരണം പ്രശ്നം പരിഹരിക്കാനുള്ള നമ്മുടെ ഒരു കഴിവിനെ നമ്മളറിയാതെ തന്നെ പിന്നോട്ട് വലിക്കുന്ന 6 ഘടകങ്ങളാണിവ. ശരിയാണ്. ഇത് പ്രകടനപരം, എൻവിയോൺമെന്റൽ അഥവാ പാരിസ്ഥിതികം, പിന്നെ കൾച്ചറൽ അല്ലെങ്കിൽ സാംസ്കാരികം, അങ്ങനെ 6 എണ്ണം. ഓക്കെ. അപ്പോ ഇവ ഓരോന്നും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ശരി. അപ്പോ ആദ്യത്തേത് ഈ പെർസെപ്ച്വൽ ബ്ലോക്കുകൾ. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതി, നമ്മുടെ ഗ്രഹണം, അത് തന്നെ ഒരു പ്രശ്നമാവുന്നത് എങ്ങനെയാണ്? അത് വളരെ രസകരമായ ഒന്നാണ്. ഇവിടെ ശരിക്കും തടസ്സം വരുന്നത് നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ്. കാഴ്ചപ്പാട്. അതെ. ഇപ്പൊ ഉദാഹരണത്തിന് സ്റ്റീരിയോ ടൈപ്ഡ് തിങ്കിങ്, അതായത് ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മുൻവിധികളുണ്ടാവില്ലേ? ഉണ്ടാവും. ആ മുൻവിധിയിൽ ഉറച്ചു നിൽക്കുന്നത് പുതിയൊരു പരിഹാരം കാണുന്നതിൽ നിന്ന് നമ്മളെ തടയും. അതുപോലെ പ്രശ്നം എന്താണെന്ന് ശരിക്കും ഐസൊലേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നത്. അതായത് കൃത്യമായി തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. അതെ. ഡിഫിക്കൽറ്റി ഐസൊലേറ്റിംഗ് ദ പ്രോബ്ലം എന്ന് പറയും. അല്ലെങ്കിൽ പ്രശ്നത്തെ വളരെ ഇടുങ്ങിയ, ഒരു നാരോ ആയ രീതിയിൽ മാത്രം കാണുന്നത്. ഓക്കെ. ചിലപ്പോ കാരണവും ഫലവും തമ്മിൽ തെറ്റിദ്ധരിക്കും. മിസ്റ്റേക്കിംഗ് കോസ് ആൻഡ് എഫക്റ്റ്. അതും ഒരു പെർസെപ്ച്വൽ ബ്ലോക്കാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പ്രശ്നത്തെ കാണുന്ന ആ ലെൻസ് തന്നെ ചിലപ്പോൾ ശരിയല്ലാത്തതായിരിക്കും. അപ്പം നമ്മുടെ കാഴ്ചപ്പാട് തന്നെ ഒരു ബ്ലോക്കാവാം. എന്നാൽ പലപ്പോഴും നമ്മളെ അതിലും ശക്തമായിട്ട് പിന്നോട്ട് വലിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലെ വികാരങ്ങളായിരിക്കും അല്ലേ? അതാണ് ഇമോഷണൽ ബ്ലോക്കുകൾ. തീർച്ചയായും. വികാരങ്ങൾ പറഞ്ഞാൽ വളരെ ശക്തമായ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം നഷ്ടം വരുമോ, അല്ലെങ്കിൽ റിസ്ക് എടുക്കാനുള്ളൊരു പേടി, ഫിയർ ഓഫ് റിസ്ക്. അത് സാധാരണയാണല്ലോ. അതെ. ആ ഭയം കാരണം നമ്മൾ പുതിയ വഴികൾ പരീക്ഷിക്കാൻ മടിക്കും. അതുപോലെ ആശയക്കുഴപ്പം വരുമോ എന്ന ഭയം, ഫിയർ ഓഫ് കെയോസ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് തെറ്റിപ്പോകുമോ എന്നുള്ള ഭയം, ഫിയർ ഓഫ് ബീങ് റോങ്. ശരിയാണ്. ചിലപ്പോ ഭയങ്കര ക്ഷമയില്ലായ്മ കാണിക്കും, ഇംപേഷ്യൻസ്. പുതിയ ഐഡിയകൾ ഉണ്ടാക്കുന്നതിന് പകരം നമ്മൾ പെട്ടെന്ന് അതിനെ ജഡ്ജ് ചെയ്യും. ശരി ശരി. ജഡ്ജിങ് റാദർ ദാൻ ജനറേറ്റിംഗ് ഐഡിയാസ്. അതുപോലെ ഒരു വെല്ലുവിളിയുമില്ലെങ്കിലും പ്രശ്നമാണ്, ലാക്ക് ഓഫ് ചാലഞ്ച്. ഇനി അമിതമായ ആവേശമാണെങ്കിലോ അതും പ്രശ്നമാവാം, എക്സസീവ് സീൽ. ഉത്കണ്ഠ ഒഴിവാക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്നത്, പ്രശ്നത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ പറ്റാതെ വരുന്നത്, അതായത് ഇനബിലിറ്റി ടു ഇൻക്യുബേറ്റ്. ഇതൊക്കെ ഈ വൈകാരിക തടസ്സങ്ങളുടെ ഭാഗമാണ്. അപ്പോൾ വികാരങ്ങൾ ഒരു പ്രധാന വില്ലനാണ്. ഇനി വികാരങ്ങളെ നമ്മൾ ഒരുവിധം നിയന്ത്രിച്ചുവെന്ന് കരുതുക. പക്ഷേ ചിന്തിക്കാനുള്ള ശേഷി തന്നെ കുറവാണെങ്കിലോ? അതാണോ ഈ പറയുന്ന ഇന്റലക്ച്വൽ അല്ലെങ്കിൽ ബൗദ്ധിക തടസ്സങ്ങൾ? അതെ, അതാണ്. ഇത് നമ്മുടെ ചിന്താപരമായ കഴിവുകളുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതാണ്. ഓക്കെ. ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ട അറിവോ അല്ലെങ്കിൽ അതിനുള്ള ചില തന്ത്രങ്ങളോ സ്കില്ലുകളോ ഇല്ലെങ്കിൽ അതൊരു വലിയ തടസ്സമാണ്. ലാക്ക് ഓഫ് നോളജ് ഓർ സ്കിൽ. അതുപോലെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റാത്തത്, ലാക്ക് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. പിന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് വഴക്കമില്ലാത്ത ചിന്താരീതി, ഇൻഫ്ലെക്സിബിൾ തിങ്കിങ്. നേരത്തെ പറഞ്ഞ മെന്റൽ സെറ്റ് പോലെ. അതെ, അതേ രീതിയിൽ ഒരു രീതിയിൽ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങളെ ഒരു ഓർഡറിൽ, ഒരു മെത്തോഡോടെ സമീപിക്കാൻ പറ്റാത്തതും ഒരു ഇന്റലക്ച്വൽ ബ്ലോക്കാണ്, നോട്ട് ബീയിങ് മെത്തോഡിക്കൽ. ഓക്കെ. അപ്പോൾ ചിന്തിക്കാനും അറിയാം, നല്ല ഐഡിയകളുമുണ്ട്. പക്ഷെ അത് മറ്റൊരാളിലേക്ക് എത്തിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ? അതാണ് എക്സ്പ്രസീവ് ബ്ലോക്കുകൾ അല്ലേ? ശരിയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയം അത് ചിലപ്പോൾ വാക്കുകളിലൂടെയാവാം, അല്ലെങ്കിൽ എഴുത്തിലൂടെയാവാം. അത് വ്യക്തമായി മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാതെ വരുന്നത്, ഡിഫിക്കൽട്ടി കമ്മ്യൂണിക്കേറ്റിംഗ് ഐഡിയാസ്. ചിലപ്പോൾ നമ്മൾ തെറ്റായ ഭാഷ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ടെക്നിക്കൽ വാക്കുകൾ, ജാർഗണുകൾ ഉപയോഗിക്കാം. യൂസിംഗ് ഇൻകറക്റ്റ് ലാംഗ്വേജ് ഓർ ജാർഗൺ. മനസ്സിലായി. അതും മറ്റാൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്മുടെ ആശയം എത്ര നല്ലതാണെങ്കിലും അത് ശരിയായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ലാതെ പോകും. ശരിയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞതൊക്കെ ഒരു പരിധിവരെ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണല്ലോ.
എന്നാൽ നമ്മൾ നിൽക്കുന്ന ചുറ്റുപാടുകൾ, നമ്മുടെ എൻവയറൺമെന്റ്, അതും പ്രശ്നപരിഹാരത്തിന് തടസ്സമാവുമോ? അതാണോ എൻവയോൺമെന്റൽ ബ്ലോക്കുകൾ? തീർച്ചയായും നമ്മുടെ ചുറ്റുപാടുകൾക്ക് നല്ലൊരു പങ്കുണ്ട് ഇതിൽ. ഓക്കെ. ഉദാഹരണത്തിന്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ഒരു മോശം മാനേജ്മെന്റ് രീതി, മാനേജ്മെന്റ് പ്രാക്ടീസസ്, അല്ലെങ്കിൽ നിരന്തരമായി നമ്മുടെ ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങൾ ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയും. ബഹളം, അല്ലെങ്കിൽ ആളുകൾ വന്ന് ശല്യപ്പെടുത്തുന്നത് പോലെ. അതെ, അമിതമായ ശബ്ദം, തടസ്സപ്പെടുത്തലുകളൊക്കെ. എന്തിന്, നമുക്ക് ശാരീരികമായ ഒരു അസ്വസ്ഥതയുണ്ടെങ്കിൽ പോലും ഫിസിക്കൽ ഡിസ്കംഫർട്ട് അത് നമ്മുടെ ചിന്തയെ ബാധിക്കാം. ശരിയാണ്. ഇല്ലെങ്കിൽ അനുകൂലമല്ലാത്തൊരു സാഹചര്യം പുതിയ ചിന്തകളെ ശരിക്കും തടയും. അവസാനത്തേത് കൾച്ചറൽ ബ്ലോക്കുകൾ. നമ്മുടെ സംസ്കാരം അതെങ്ങനെയാണ് ഒരു തടസ്സമാവുന്നത്? ഇത് കേൾക്കുമ്പോൾ ഒരു കൗതുകം തോന്നുന്നു. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ വളർന്നു വന്നൊരു സമൂഹത്തിലെ ചില പൊതുവായ രീതികളും ചിന്തകളും നമ്മളെ സ്വാധീനിക്കുന്നുണ്ടാവും. ശരിയാണ്. ഇപ്പോ ഉദാഹരണത്തിന്, എല്ലാവരും ചെയ്യുന്നതുപോലെ ചെയ്താൽ മതി, അല്ലെങ്കിൽ എല്ലാവരും ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചാൽ മതി എന്നുള്ളൊരു അമിതമായ ആഗ്രഹം, ഡിസയർ ടു കൺഫോം. വേറിട്ട് ചിന്തിക്കാതിരിക്കുക. അതെ, അത് പുതിയതും വ്യത്യസ്തമായ ആശയങ്ങളെ ചിലപ്പോൾ ഇല്ലാതാക്കും. ചില സംസ്കാരങ്ങളിൽ മത്സരത്തിനു ഭയങ്കര പ്രാധാന്യം കൊടുക്കും, ഓവർ എംഫസിസ് ഓൺ കോമ്പറ്റീഷൻ. മറ്റു ചിലതിൽ സഹകരണത്തിനായിരിക്കും പ്രാധാന്യം. ഇത് രണ്ടും അമിതമായാൽ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ചിലപ്പോൾ മാറി ചിന്തിക്കാൻ പറ്റാതെ വരും. എപ്പോഴും പ്രായോഗികമായി ചിന്തിക്കണം, എക്കണോമിക്കൽ ആയിരിക്കണം എന്നൊക്കെയുള്ള ഒരു ഡ്രൈവ് ഇല്ലേ, ഡ്രൈവ് ടു ബി പ്രാക്ടിക്കൽ, എക്കണോമിക്കൽ, അത് ചിലപ്പോൾ നമ്മുടെ ഭാവനയെ അല്ലെങ്കിൽ ഒരു തമാശയൊക്കെ ആസ്വദിക്കാനുള്ള കഴിവിനെയൊക്കെ തളർത്താം. ശരിയാണ്. അതുപോലെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ, ജഡ്ജ്മെന്റിനെ അമിതമായി ആശ്രയിക്കുന്നതും ഒരു കൾച്ചറൽ ബ്ലോക്കാണ്. റിലയൻസ് ഓൺ അതേഴ്സ് ജഡ്ജ്മെന്റ്. അപ്പോൾ നമ്മൾ കാര്യങ്ങളെ കാണുന്ന രീതി മുതൽ നമ്മുടെ വികാരങ്ങൾ, ചിന്തകൾ, ആശയവിനിമയം, ചുറ്റുപാടുകൾ, എന്തിന് നമ്മൾ ജീവിക്കുന്ന സംസ്കാരം വരെ, പ്രശ്നപരിഹാരത്തിന് തടസ്സമായേക്കാവുന്ന 6 പ്രധാനപ്പെട്ട ഏരിയകൾ: പെർസെപ്ച്വൽ, ഇമോഷണൽ, ഇന്റലക്ച്വൽ, എക്സ്പ്രസീവ്, എൻവയറൺമെന്റൽ, കൾച്ചറൽ ബ്ലോക്കുകൾ. അതെ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബോധ്യമുണ്ടാവുക, ഒരു അവബോധം, അതാണ് ശരിക്കും ഏറ്റവും പ്രധാനം. ശരിയാണ്. ഒരു സൈക്കോളജി വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് നിങ്ങളുടെ സ്വന്തം ചിന്താരീതികളെ മനസ്സിലാക്കാനും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ സമീപിക്കാനും ഈ അറിവ് നിങ്ങളെ തീർച്ചയായും സഹായിക്കും. കാരണം ഇവയെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്കതിനെ മറികടക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. തീർച്ചയായും. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവയ്ക്കട്ടെ. ഈ പറഞ്ഞ തടസ്സങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ഈ പുതിയ അറിവ് ഭാവിയിൽ നിങ്ങൾ മറ്റൊരാളുടെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ആ സമീപനത്തെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക? നല്ല ചോദ്യമാണ്. അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുന്നത് ഒരുപക്ഷെ രസകരമായിരിക്കും. അപ്പോ അടുത്ത തവണ കാണാം.